നമസ്കാരം, എല്ലാവർക്കും കുബു സ്റ്റാർസിലേക്ക് സ്വാഗതം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ വകായാമ പ്രവിശ്യയിൽ പതിയെ ഇല്ലാതാകാൻ തുടങ്ങിയ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കിഷി സ്റ്റേഷൻ എന്നായിരുന്നു ആ സ്റ്റേഷൻ്റെ പേര്. അധികമാരും ആ സ്റ്റേഷനിൽ വരാറില്ലായിരുന്നു, മിക്കവാറും ഒന്നോ രണ്ടോ യാത്രക്കാർ മാത്രം. ഈ റെയിൽവേ ലൈൻ എന്നേക്കുമായി അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർക്ക് ആശങ്ക തോന്നി. അപ്പോഴാണ് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചത്. ഒരു പൂച്ച ആ സ്റ്റേഷനിലേക്ക് വന്നു കയറി. അതോടെ ചരിത്രം എന്നേക്കുമായി മാറി. ട്രെയിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതോടെ ജീവനക്കാരെ നിലനിർത്താൻ കമ്പനിക്ക് പണമില്ലാതായി. ഒടുവിൽ അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. ഇനി മുതൽ സ്റ്റേഷനിൽ സ്ഥിരം ജീവനക്കാർ ഉണ്ടാകില്ല. ആ സമയത്താണ് സ്റ്റേഷന് സമീപം തമ എന്നു പേരുള്ള ഒരു കാലിക്കോ പൂച്ച താമസിച്ചിരുന്നത്. ടിക്കറ്റ് ഗേറ്റിനടുത്തിരുന്ന് ട്രെയിനുകളെയും ആളുകളെയും കൗതുകത്തോടെ നോക്കിയിരിക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം യാത്രക്കാരാണ് അവളെ ശ്രദ്ധിച്ചത്, പിന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും. താമസിയാതെ ആരോ തമാശയായി ചോദിച്ചു, നമുക്ക് ഈ പൂച്ചയെ സ്റ്റേഷൻ മാസ്റ്റർ ആക്കിയാലോ? എന്നാൽ ആ ഒരു തമാശ വെറും തമാശയിൽ ഒതുങ്ങിയില്ല. അധികൃതർ ആ ഒരു ആശയത്തെ സീരിയസ് ആയി തന്നെ എടുത്തു. 2007 തമയെ കിഷി സ്റ്റേഷൻ്റെ ഔദ്യോഗിക സ്റ്റേഷൻ മാസ്റ്ററായി നിയമിച്ചു. അതോടെ അവൾക്കൊരു ചെറിയ സ്റ്റേഷൻ മാസ്റ്റർ തൊപ്പിയും തിളങ്ങുന്ന ബാഡ്ജും ലഭിച്ചു. ഒരു പൂച്ച സ്റ്റേഷൻ മാസ്റ്ററായ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. തമയെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിത്തുടങ്ങി. കുട്ടികൾ തമയെ നോക്കി കൈവീശി, വിനോദസഞ്ചാരികൾ ഫോട്ടോ എടുത്തു. അതോടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. പൂച്ചയുടെ ചിത്രങ്ങളുള്ള പ്രത്യേക ക്യാറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങി. തമ സ്പെഷ്യൽ കളിപ്പാട്ടങ്ങളും പോസ്റ്റ് കാർഡുകളും ധാരാളം വിറ്റുപോയി. ജപ്പാനിൽ മാത്രമല്ല, തമ ലോകമെമ്പാടും പ്രശസ്തമായി. ചുരുക്കത്തിൽ, അന്ത്യമെടുത്ത ഒരു റെയിൽവേ ലൈന് ഒരു പൂച്ച പുനർജന്മം നൽകി. 8 വർഷത്തെ സേവനത്തിന് ശേഷം 2015 16-ാം വയസ്സിൽ തമ വിടവാങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് അവളുടെ വിടവാങ്ങൽ ചടങ്ങുകളിൽ പങ്കെടുത്തത്. സ്റ്റേഷൻ നിറയെ അന്ന് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. തമയ്ക്കായി സ്റ്റേഷനുള്ളിൽ തന്നെ ഒരു സ്മാരകമുണ്ടാക്കി. പിന്നീട് തമയ്ക്കു പകരം നിതാമ എന്നൊരു പിൻഗാമിയുണ്ടായി. നിതാമയും സ്റ്റേഷൻ മാസ്റ്റർ എന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റി. യാത്രക്കാരെ അഭിവാദ്യം ചെയ്യാനും ശാന്തമായി ഇരിക്കാനും അവൾ പഠിച്ചു. 10 വർഷം സ്റ്റേഷനെ നയിച്ചതിന് ശേഷം അസുഖം ബാധിച്ച് 2025 അവളും വിടവാങ്ങി. ഇക്കഴിഞ്ഞ ജനുവരി 7 9 വയസ്സുള്ള യോന്തമ എന്ന പൂച്ചയെ കിഷി സ്റ്റേഷൻ്റെ 3ാമത്തെ സ്റ്റേഷൻ മാസ്റ്ററായി നിയമിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥരും ആരാധകരും പങ്കെടുത്ത ചടങ്ങിൽ യോന്തമയ്ക്ക് ഔദ്യോഗിക തൊപ്പിയും മെഡലും നൽകി. ഇപ്പോൾ യോന്തമയോടൊപ്പം തന്നെ റോക്കുതമ എന്ന ഒരു ചെറിയ പൂച്ചയ്ക്കും പരിശീലനം നൽകുന്നുണ്ട്. ഭാവിയിലെ സ്റ്റേഷൻ മാസ്റ്റർ അവളാണ്. ഇപ്പോൾ നിലവിൽ യോന്തമ വലിയ ഗമയിൽ തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കിഷി റെയിൽവേ സ്റ്റേഷനിലെ പൂച്ചക്കഥ തുടരുകയാണ്. ചെറിയൊരു തമാശയിൽ നിന്ന് തുടങ്ങി ലക്ഷക്കണക്കിന് പേരെ സന്തോഷിപ്പിക്കുന്ന പുതിയൊരു തീരുമാനത്തിനും വലിയ മാറ്റത്തിനും വഴിതെളിച്ച ഒരു പൂച്ചക്കഥ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.